നമ്മുടെ CR7 അഥവാ ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ അടുത്തിടെയായിട്ട് നമ്മുടെ ക്രിപ്റ്റോ കറൻസിയുമായിട്ട് കുറച്ച് കേസിലായിട്ട് കോടതികളിലൊക്കെ കയറി ഇറങ്ങിയ ന്യൂസ് നമ്മളിങ്ങനെ കേൾക്കാം. അതുമാത്രമല്ല, നമ്മൾ കുറച്ചിടെയായിട്ട് കേൾക്കുന്ന ഒരു വാക്കുമാണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത്. എന്താണ് ശരിക്കും ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ? നമ്മുടെ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണമായി യൂസ് ചെയ്യുന്ന കറൻസിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇതിന് നമ്മൾ കാണുന്ന ഒരു ഫിസിക്കൽ ഫോർമാറ്റ് ഇല്ല. ലോകത്ത് അച്ചടിച്ചിറക്കുന്ന നോട്ടുകളുടെ ലിമിറ്റേഷൻസിന് അതിനെ ഓവർകം ചെയ്യുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യം കൂടിയും നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസിക്കാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഇന്ത്യയിൽ എല്ലാവിധ നോട്ടുകളും നമ്മൾ ഉപയോഗിക്കുന്നത് ഒക്കെ പ്രിന്റ് ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBI തന്നെയാണ്, എക്സെപ്റ്റ് 1 rupee നോട്ട്. നമ്മൾ ഈ നോട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരാളുമായി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അതിനിടയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാങ്കുകൾ ത്രൂ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ഒരു മേൽനോട്ടം ഇതിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഇതിനെ നമുക്കൊരു കേന്ദ്രീകൃത അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്നുള്ള പേരിലൊക്കെ പറയാം. പക്ഷേ നമ്മുടെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യങ്ങൾ ഇവിടെ വരുന്നില്ല. വിച്ച് മീൻസ് ഇതൊരു ഡീസെൻട്രലൈസ്ഡ് ഫോമിലേക്കാണ് ക്രിപ്റ്റോ കറൻസി നമ്മളെ കൊണ്ടുപോകുന്നത്. ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്തിട്ട് ലോകത്തുള്ള ഏതൊരാൾക്കും പേയ്മെൻറ്റ് നടത്താനും അതേപോലെ തന്നെ റിസീവ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ രേഖപ്പെടുത്തുന്നത് നമ്മുടെ സാധാ സിസ്റ്റത്തിലാണെങ്കിൽ ബാങ്ക്സുകളായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ഈ എല്ലാവിധ റെക്കോർഡിങ്സും സേവ് ചെയ്ത് വെക്കുന്നത് അത് യൂസ് ചെയ്യുന്ന യൂസേഴ്സാണ്. ക്രിപ്റ്റോ കറൻസിയുടെ ഓരോ ട്രാൻസാക്ഷൻസും ലെഡ്ജറുകളിലാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഇതൊരു ബ്ലോക്ക് ചെയിൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓരോ ബ്ലോക്കിലും അതത് ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തും. അതിനോടൊപ്പം തന്നെ മുൻപ് നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ അതിലുണ്ടായി. ഇത് പ്രധാനമായും റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ ഹോൾഡേഴ്സ് തന്നെയാണ്. ക്രിപ്റ്റോ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ക്രിപ്റ്റോ കറൻസി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം അതിൻ്റെ റിസീവർക്ക് മാത്രമേ അത് ഡീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിലൊരു കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് സ്റ്റോർ ചെയ്യാനും അതേപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനും അത്രക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ക്രിപ്റ്റോ കറൻസീസൊക്കെ നമ്മൾ ഡിജിറ്റൽ വാലറ്റിലാണ് സൂക്ഷിക്കുന്നത്. 2009 പുറത്തിറങ്ങിയ ബിറ്റ്കോയിൻ ആണ് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോയുടെ പേരിൽ പല തരത്തിലുള്ള കോയിൻസ് നമുക്ക് കാണാൻ പറ്റും. ബിറ്റ്കോയിൻ, എതേറിയം, റൂബിയം എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ എപ്പോഴും സ്കാമുകളിലാണ് ഇടപെടുന്നത്. സോ ബേസിക്കലി ഈ ക്രിപ്റ്റോയുമായി ഡീൽ ചെയ്യുമ്പം അത്യാവശ്യം നല്ല ഡിജിറ്റൽ നോളജ് നമുക്ക് നിർബന്ധമാണ്.